എക്സിക്യൂട്ടീവ് അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല. കാരണം അതിന് ഒരു ദിലീപ് തന്നെ ആവശ്യപ്പെട്ട ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അദ്ദേഹത്തിന് മൊഴിയെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് അമ്മ അതിലിടപെടേണ്ട കാര്യം അല്ല. ഇന്നലെ ദിലീപ് നൽകിയ പരാതിയിലെ മൊഴിയെടുക്കൽ മാത്രമല്ല നടന്നത്. അല്ല, അതെനിക്കറിയത്തില്ല, ഞാൻ കണ്ടില്ല, ഞാൻ അകത്തില്ലായിരുന്നു. അല്ല, അത് സ്വാഭാവികമായിട്ടും ഉണ്ടായിക്കണം, അതെനിക്കറിയത്തില്ല. കാരണം അത് ഞാൻ അറിയാം. ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന് പറയാൻ പറ്റും ഞാൻ എങ്ങനെയാണ് പറയുന്നത്, അതിനകത്ത് എന്ത് ചോദിച്ചു എന്നുള്ള കാര്യം. രണ്ടുപേരും ഞങ്ങൾ അംഗങ്ങളല്ലേ, രണ്ടുപേരുടെ ഞങ്ങൾ ഒരേ സമീപനമല്ലേ. ആ നടിയും നമുക്ക് വേണ്ടപ്പെട്ട കുട്ടിയാണ്. ആ കുട്ടിക്ക് ഉണ്ടായ സംഭവങ്ങൾ ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട്. ഞങ്ങളതിൽ തുടക്കം മുതലേ അമ്മ അതിനകത്ത് വളരെ സജീവമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ മീഡിയയിലൊന്നും പറയാറില്ലെങ്കിലും ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അല്ല, അതിപ്പോൾ ഞാൻ ഒരു ജനറൽ ബോഡിയല്ലേ. ഇപ്പോൾ അതിൽ ഒരു അംഗം എഴുന്നേറ്റിട്ട് ഇത് ചർച്ച ചെയ്യണം, ഈ കാര്യം ഒന്ന് പറയണമെന്ന് പറഞ്ഞാൽ വേണ്ടെന്ന് പറയാൻ പറ്റും. അങ്ങനെയൊന്നുമില്ല. അത് പ്രസിഡന്റിനല്ല, ആർക്കും തന്നെ തടയാൻ പറ്റില്ലല്ലോ. ഒരു ജനാധിപത്യ മര്യാദയുള്ളൊരു സംഘടനയല്ലേ. അല്ല, ആർക്കറിയാം, അത് വരട്ടെ. ഉന്നയിക്കുമോ എന്ന് ഞാൻ അങ്ങനെ പറയും. ഞാൻ ഉന്നയിക്കുന്നില്ല. ഇത്തരം വിവാദ പരാമർശങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നില്ലേ? അല്ല, അതിനെക്കുറിച്ച് ആ സാഹചര്യം എന്താണെന്ന് പഠിക്കണം. അതിപ്പോൾ ചർച്ച വരികയാണെങ്കിൽ നമ്മൾ അത് കഴിഞ്ഞിട്ട് ഇന്നസെൻ്റ് അതിൻ്റെ മറുപടി പറയും. ഉച്ചയ്ക്ക് പത്രസമ്മേളനം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നസെൻ്റ് പറയും. നമ്മൾ അതിനകത്തൊരു അഭിപ്രായം പറഞ്ഞത് ശരിയല്ല. കാരണം ആ കുട്ടിക്ക് വന്ന ദുഃഖത്തിൽ ഞങ്ങളെല്ലാവരും വളരെ ആത്മാർത്ഥമായി കൂടുന്നതാണ്. അല്ലെന്ന് ആ കുട്ടി നിഷേധിക്കില്ല ഒരിക്കലും. കാരണം അത് ഞങ്ങളുടെ കുടുംബത്തിലൊരംഗമാണ്. അത് ആ കുട്ടിക്ക് എന്നല്ല ആർക്കും വരാൻ പാടില്ലാത്ത തെറ്റാണെന്ന് അന്ന് ഞാൻ അവരെ കാണുകയും മീഡിയയോട് പ്രതികരിക്കുകയും ചെയ്യും. പിന്നെ അമ്മ എന്ന നിലയിൽ അമ്മ മീഡിയയോട് ശക്തമായി പ്രതികരിച്ച് കാണില്ല. അത് അല്ല, അവർ മീഡിയയിൽ കാണാത്തതുകൊണ്ട് അവർ തെറ്റിദ്ധരിച്ചാണ്. പക്ഷേ ഞങ്ങൾ ഇടപെട്ടില്ല എന്ന് ഒരിക്കലും ഭാവന പറയില്ല. ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. ഞാനടക്കം, ഇന്നസെൻ്റ് അടക്കം, ഞാനടക്കം, അത് മമ്മൂട്ടി അടക്കമുള്ള ആളുകൾ ഇക്കാര്യത്തിൽ അവരെ നമുക്ക് നേരിട്ട് പോയി കണ്ടല്ലോ. അവരെ നേരിട്ട് പോയി കണ്ടു. അതിനുശേഷം മുഖ്യമന്ത്രിയോട് സംസാരിച്ചു, പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ഞങ്ങൾ എല്ലാവരും സംസാരിച്ചു. നല്ല നിലയിലാണ് അന്വേഷണം നടക്കുന്നതെന്ന് ഞങ്ങൾ വിശ്വാസമുണ്ടെന്ന് പറയാൻ കാര്യം അതാണ്. ഇല്ല, അതൊന്നുമല്ല. സംഘടന ഉണ്ടാക്കാൻ സ്ത്രീകൾക്ക് അവകാശമുണ്ടല്ലോ. നടീനടന്മാരുടെ സംഘടന മാത്രമല്ലല്ലോ അത്. സിനിമയിലെ മുഴുവൻ സ്ത്രീകളുടെ കൂട്ടായ്മയാണ്. അവർക്ക് പല പ്രശ്നങ്ങളും പറയാനുണ്ട്. അതിന് ഗവൺമെൻറ് ഒരു കമ്മീഷനെ, ഉത്തരവാദിത്തപ്പെട്ടൊരു കമ്മീഷൻ നിയമിച്ചിട്ടുണ്ട്. ആ കമ്മീഷൻ അത് അന്വേഷിക്കും. അപ്പോൾ അവരുടെ ഗ്രീവൻസസ് അവർക്ക് പറയാം. സിനിമയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് അവരുടെ എല്ലാ രംഗത്തുള്ളതുപോലെ അവരുടേതായ ചില പരാതികളുണ്ടാകും. അല്ല, അത് പറയാൻ പറ്റത്തില്ല. അതറിയാം, നമ്മളൊരു ഇതെല്ലാം മൊഴി എന്ന് പറയുന്നതല്ല. എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ജനങ്ങളെ നമ്മൾ തെറ്റിദ്ധരിപ്പിക്കരുത്. മൊഴി എടുക്കുക എന്ന് പറയുന്നത് ആ മൊഴി എഴുതിയെടുക്കുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചോദിക്കുകയും പറയുകയും പരസ്പരം പറയുന്ന കാര്യങ്ങൾ. അല്ല, അതെനിക്കറിയത്തില്ല. ഞാൻ കാണാത്ത അല്ല, ചോദ്യം ഉണ്ടാവുമല്ലോ. ഈ പറയുന്ന നമ്പർ നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചാൽ ചോദ്യമായി. എനിക്കറിയില്ല എന്ന് പറഞ്ഞ ഉത്തരവുമായി. അല്ലേ, പിന്നെ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ചോദ്യമായി. ഞാൻ വേറൊരു വാക്ക് ഉപയോഗിക്കുന്നു, നിങ്ങൾ വേറൊരു വാക്ക് ഉപയോഗിക്കുന്നു. അല്ല, കേൾക്കട്ടെ. കാരണം ഒരു കേസ് നിലനിൽക്കില്ലേ, സെയിം വിഷയത്തിൽ ഒരു കേസ് നിലനിൽക്കുകയാണ്. അപ്പോൾ അതുമായി ഇതിനെന്താ ബന്ധമെന്ന് പോലീസ് മനസ്സിലാക്കിയതിന് ശേഷം പോലീസിൻ്റെ അധികാരപരിധിയാണ്, അവർ തീരുമാനിക്കും അത് രജിസ്റ്റർ ചെയ്യണമെന്നുള്ള കാര്യം. അല്ല, അത് അദ്ദേഹം ഒരു പോലീസ് സ്റ്റേഷനാണ് കംപ്ലയിൻറ്റ് കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും രജിസ്റ്റർ. DGPക്ക് അദ്ദേഹം പരാതി കൊടുത്തു. ആ പരാതിയെ പറ്റി ആഴത്തിൽ പഠിക്കുകയാണ്. ജയിലിലൊക്കെ ഇത്തരത്തിലുള്ള ഫോൺ സംഭാഷണങ്ങളൊക്കെ എങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യം ഗവൺമെൻറ് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതിൽ തീർച്ചയായിട്ടും നടപടി ഉണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം. അല്ല, അതൊന്നും എനിക്കറിയില്ല. എന്നോട് പറഞ്ഞില്ല, ഞാൻ ചോദിക്കാനും പാടില്ല. നമ്മളത് ചോദിക്കുന്നത് ശരിയല്ല. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അങ്ങനെ പറയില്ല. കാരണം അത് ബഹുമാനപ്പെട്ട ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ അന്വേഷണ റിസൾട്ട് എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെയാണ് ഹാജരാക്കേണ്ടത്, അല്ല നമ്മുടെ മുമ്പിലല്ലോ. ഒന്നുമില്ല, അത്തരം സംഭവങ്ങളല്ല. ഇത് ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും അമ്മയിലെ അംഗങ്ങളാണ് രണ്ടുപേർക്കും ഉണ്ടാകുന്ന വിഷമങ്ങൾ നമുക്ക് ഒരുപോലെ കാണാനുണ്ട്. അമ്മയ്ക്ക് ഇതിൽ കളങ്കമൊന്നുമില്ല. കാരണം അമ്മ ഇതിനകത്ത് വളരെ വ്യക്തമായി ഇടപെട്ടിട്ടുണ്ട്. ശ്രീ ഇന്നസെൻറ്റും സന്തോഷമല്ലേ ഉള്ളൂ. ഞങ്ങൾക്ക് അവരുടെ കത്തുണ്ടായിരുന്നു. ഞങ്ങൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനം സ്ത്രീകളുടെ കൂട്ടായ്മയ്ക്ക് എല്ലാ പിന്തുണയും എല്ലാ സഹായം ചെയ്തു. അല്ല, അദ്ദേഹത്തിന് ഒരു വ്യക്തിയല്ലേ, ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്. ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ദിലീപ് അങ്ങനെ ഒന്നും ചെയ്യുന്ന ആളാണെന്ന് വിശ്വസിക്കുന്നില്ല എന്ന് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ആവർത്തിച്ച് ഞാൻ പറയില്ലേ, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. അതെൻ്റെ വ്യക്തിപരമായ വിശ്വാസം, അത് അമ്മയുടെ വിശ്വാസമല്ല. ഗണേഷ് കുമാർ എന്ന ആളിന് ദിലീപിലുള്ള ഒരു സഹപ്രവർത്തകൻ എന്നുള്ള നിലയിലുള്ള വിശ്വാസം. ദിലീപിനെതിരെയുള്ള ആരോപണങ്ങളെ എല്ലാവരും പിന്തുണയ്ക്കുന്നുണ്ട്. അത് തെറ്റാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ നടിക്കെതിരെ ഒരു മുതിർന്ന നടൻ ഉൾപ്പെടെയാൽ ദിലീപ് പരസ്യമായി ചാനലിൽ പറഞ്ഞ കാര്യത്തിനെതിരെ എന്തുകൊണ്ട് രംഗത്ത് വരുന്നു? ഇല്ല, അതൊന്നും ഇപ്പം പറയാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടാണ് ദിലീപ് അങ്ങനെ പറഞ്ഞതെന്നോ അല്ല എന്തുകൊണ്ടാണ് അത് മറ്റൊരാൾ അങ്ങനെ പറഞ്ഞതെന്നോ ഞാൻ എങ്ങനെ അഭിപ്രായം? ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ആ കുട്ടിയുടെ പക്ഷത്തായിരുന്നു.
ആ കുട്ടിക്ക് വേണ്ടി ശക്തമായ നിലപാടെടുത്ത ആളാണ്. ആക്രമിക്കപ്പെട്ട പെൺകുട്ടിയെ പിന്നെയും വീണ്ടും അങ്ങനെ എന്തിനാണ് അത് എന്തിനാണ് നമ്മൾ അവരെ ഒരു മീഡിയയിലേക്ക് വലിച്ചെടുക്കേണ്ട? ഇനി മൂന്നാമത് നമുക്ക് വലിച്ചെടുക്കേണ്ട. ഞാൻ എന്തെങ്കിലും പറഞ്ഞേച്ച് മൂന്നാമത് ആ കുട്ടി ഇതിലേക്ക് വലിച്ചെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അല്ല, അവരിപ്പോൾ ഞാൻ സലീം കുമാറിനെ പോലുള്ള ആളുകൾ ഫേസ്ബുക്കിൽ എഴുതിന് അവർ ഖേദം പ്രകടിപ്പിച്ച് പിന്മാറി കഴിഞ്ഞാൽ പിന്നെ അവരെ ഞാൻ കേട്ടില്ല. ഞാൻ 2 ദിവസം TV കണ്ടില്ല. അത് ഞാൻ കേൾക്കാം. ഇല്ല, ഞാൻ കണ്ടു. ഞാൻ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആളെ. എനിക്ക് ഫേസ്ബുക്കില്ല, വാട്സാപ്പില്ല, ഇതൊന്നും ഉള്ള ആളല്ല. ആ ഒരു സർട്ടിഫിക്കറ്റിന് സന്തോഷം. ഞാൻ ആ കുട്ടിക്ക് നല്ല നീതി കിട്ടും. കാരണം അന്വേഷണം നടത്തുന്നത് സന്ധ്യയെ പോലുള്ള ഓഫീസർമാർ വളരെ നല്ല ഓഫീസേഴ്സാണ് അന്വേഷിക്കുന്നത്. അത് ഇത് തെറ്റ് അങ്ങനത്തിലുള്ള ഇപ്പോൾ ഇന്ന് ചർച്ചയ്ക്ക് വരികയാണ്. തീർച്ചയായിട്ടും അത്തരത്തിൽ ഒരു പെൺകുട്ടിയെ വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളെ കുറിച്ച് ഇന്ന് ചർച്ച വന്നാൽ തീർച്ചയായിട്ടും അവരതിൻ്റെ പ്രതികരണം അമ്മയുടെ ജനറൽ ബോഡിയിൽ ഉണ്ടാവും. നിങ്ങളതിൻ്റെ ഒരു ആശങ്കയും വേണ്ട. കാരണം വരും. അത്തരത്തിലൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ശാസിക്കുകയും ചെയ്യാൻ ഒരു സംശയമില്ല. ഞങ്ങളുടെ ബൈലോയിൽ തന്നെ പറയുന്നു, പരസ്പരം എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറഞ്ഞു തീർക്കണം, അവരെ ശാസിക്കണമെങ്കിൽ ശാസിക്കണം. ഇതൊക്കെ നമ്മുടെ ബൈലോയിൽ തന്നെ പറയുന്നു. അല്ല, ദിലീപ് വരട്ടെ, ദിലീപിനോട് ചോദിക്കട്ടെ. ഞാൻ ദിലീപിനെ കണ്ട് എന്താ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, എന്താ പറയാൻ കാരണം എന്ന് ചോദിക്കട്ടെ. ചോദിച്ചിട്ട് പറയും. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജ്യേഷ്ഠൻ്റെ സ്ഥാനത്ത് നിന്ന് അത് തിരുത്തണം എന്ന് ഞാൻ പറയും.